ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ചാപ്റ്റർ 1 കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ നേർ തുടർച്ചയാണ്. ഇനി നമുക്ക് സിലബസ് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ പ്രാധാന്യ ടോപ്പിക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഫിനാൻസ്, എന്താണ് അക്കൗണ്ടിങ്. കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മണി, ഫണ്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. നമ്മൾ ഒരു പണം അല്ലെ, നമ്മുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടാവും. ആ പണം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട്, ഒരു സ്ഥാപനത്തിലുള്ള ഫണ്ട്, ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കും, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കാം, ഗ്രോത്തിലേക്ക് എത്താം എന്നതൊക്കെയാണ് ഫിനാൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം, പൈസ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കാം എന്നതാണ് ഫിനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് പാസ്റ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരു സ്ഥാപനത്തിൽ നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ 10,000 രൂപ എംപ്ലോയേഴ്സിന് എന്ത് കൊടുത്തു, സാലറി കൊടുത്തു. അത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് അല്ലേ. ഒരു കാര്യം നടന്നിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ സെയിൽസ് നടന്നു, ആ സെയിൽസ് എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തേക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഫിനാൻസ്. ഫിനാൻസിൽ 3 മേജർ കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാണ് പ്ലാനിങ്. ഒരു ഫിനാൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാനിങ്, ഡിസൈഡിങ് അഡ്വാൻസ് ആണ്. നമ്മളൊരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കണം. ദെൻ ഫോർകാസ്റ്റിംഗ്, എസ്റ്റിമേറ്റിംഗ് ഓർ പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ, അല്ലെ, ഭാവി എന്ത് ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുക. ദെൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പണം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുക. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഒരു ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ 3 കാര്യങ്ങളാണ് ഫിനാൻസിൽ മെയിനായിട്ട് വരുന്നത്: പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങൾ: ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സ് ആൻഡ് ഓഡിറ്റ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ട്രാൻസാക്ഷന് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. നമ്മുടെ ജേർണലിലും ലെഡ്ജറിലൊക്കെ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രമാത്രം ഫിനാൻഷ്യലി സൗണ്ട് ആണ് എന്നറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. മേജറായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ആ ഒരു ഏരിയയിൽ നമ്മളത് പഠിക്കും. ദെൻ ടാക്സ് ആൻഡ് ഓഡിറ്റ്, അല്ലെ, എത്രമാത്രം ടാക്സ് കൊടുക്കണം, അതുപോലെ തന്നെ സ്ഥാപനം എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, വെരിഫിക്കേഷനും വാല്യുവേഷനും ഒക്കെ എങ്ങനെ നടത്താം എന്നതും കൂടി ഒക്കെ വരും, അക്കൗണ്ടിങ്ങിൽ വരും. അപ്പോൾ അക്കൗണ്ടൻസിൽ മെയിനായിട്ട് ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സ് ആൻഡ് ഓഡിറ്റ്. ദെൻ ഫിനാൻസ് ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണ്, അല്ലെ, ഭാവിയാണ്. നമ്മൾ നമ്മുടെ പണം എങ്ങനെ മാനേജ് ചെയ്യും എന്നതാണ് ഫിനാൻസ് പറയുന്നത്. അക്കൗണ്ടിങ് പാസ്റ്റ് ഫോക്കസ്ഡ് ആണ്, ഒരു നടന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വലിയ പ്രധാന ടോപ്പിക്കൊന്നുമല്ല, നമ്മുടെ സിലബസിൽ വരുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. നെക്സ്റ്റ് മറ്റൊരു സിമ്പിൾ ടോപ്പിക്കാണ് കോസ്റ്റ് വേഴ്സസ് എക്സ്പെൻസ്. കോസ്റ്റും എക്സ്പെൻസും നമ്മളെ ഡിഫറൻസ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മണി സ്പെൻഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസ്. ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ചിലവാണെന്ത്, കോസ്റ്റ്. ഇപ്പം നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി അല്ലേ, അവിടെ വേജസ്, എംപ്ലോയീസിന് എന്ത് കൊടുത്തു, കൂലി കൊടുത്തു എന്നീ കാര്യങ്ങൾക്ക് വരുന്ന. അപ്പോൾ ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി
അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി വന്ന ചെലവാണെന്ത് കോസ്റ്റ്. ദെൻ എക്സ്പെൻസ്, മണി സ്പെൻഡ് ടു റൺ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം അല്ലേ റൺ ചെയ്യണം, അതിനു വേണ്ടി ചെലവാക്കുന്ന ഇതാണെന്ത് എക്സ്പെൻസ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇതെന്താണ് എക്സ്പെൻസ് എന്താണ് ഒരു സ്ഥാപനം റൺ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. നമ്മൾ റെന്റ് കൊടുക്കും, സാലറി കൊടുക്കും എന്നതൊക്കെയാണിത് എക്സ്പെൻസിൽ വരുന്നത്. ദെൻ കോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് ആണ്, ഒരു സാധനം നിർമ്മിക്കലാണ്. എക്സ്പെൻസ് എന്താണ് ആഫ്റ്റർ പ്രൊഡക്ഷൻ ഓർ ഡ്യൂറിങ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കുക. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് നിർമ്മിക്കണം, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, അതിന് വരുന്ന ചിലവാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് അല്ല, പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യണം റൺ ചെയ്യണം. അപ്പോൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരും. അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത് എക്സ്പെൻസിൽ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ഒരു സിമ്പിൾ ടോപ്പിക്കാണ് എക്സ്പെൻസസും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും. രണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് എന്നതിൽ ഓർമ്മ വരും. അപ്പോൾ ഇവിടെ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഭാഗമാണെന്ത് എക്സ്പെൻസ്. ചാർജ് ടു കറണ്ട് പീരിയഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കറണ്ട് പീരിയഡിൽ ചാർജ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാണെന്ത് എക്സ്പെൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സ്ഥാപനം റൺ ചെയ്യാൻ വേണ്ടി മീറ്റ് ചെയ്യുന്ന കോസ്റ്റിനെ പറഞ്ഞ പേരാണെന്ത് എക്സ്പെൻസ്. മെയിനായിട്ട് അല്ലേ റെൻറ്റ്, സാലറി ഒക്കെ. ദെൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എനി സ്പെൻഡിങ് ക്യാപിറ്റൽ ഓർ റവന്യൂ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഏതൊരു ക്യാപിറ്റലും അല്ലെ, ഒരു റവന്യൂ നേടാൻ വേണ്ടി ചിലവാക്കുന്ന ഏതൊരു ക്യാപിറ്റലും എന്ത് വരും എക്സ്പെൻഡിച്ചറിൽ വരും. അതായത് നമ്മൾ ഒരു മെഷീനറി വാങ്ങുക, റോ മെറ്റീരിയൽ വാങ്ങുക. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം റൺ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ലോങ് ടേമിലേക്ക് ഒരു മെഷീനറി വേണം, അതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഹ്യൂജ് എമൗണ്ടിനെ എന്ത് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ ഓൾ എക്സ്പെൻസസ് ആർ എക്സ്പെൻഡിച്ചർ. എല്ലാ എക്സ്പെൻസും എന്താണ് എക്സ്പെൻഡിച്ചർ ആണ്. ബട്ട് ഓൾ എക്സ്പെൻഡിച്ചർ എന്തല്ല എക്സ്പെൻസ് അല്ല. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാൻഡ് വാങ്ങാനോ അല്ലെങ്കിൽ മെഷീനറി വാങ്ങാനൊക്കെ ചിലവാക്കുന്ന ഇതാണെന്ത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം റൺ ചെയ്യാൻ വേണ്ടി നടത്തിപ്പിന് വേണ്ടി ചിലവാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. 3 ടോപ്പിക്കാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഫിനാൻസും അക്കൗണ്ടിങ്ങും, ഒന്ന് കോസ്റ്റും എക്സ്പെൻസും, ഒന്ന് എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, വലിയൊരു പ്രധാനപ്പെട്ട ഏരിയ എന്നല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, കൃത്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ദി ഫേം ടോട്ടൽ റവന്യൂ ലെസ് അക്കൗണ്ടിങ് കോസ്റ്റ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ റവന്യൂ നിന്ന്, മൊത്തം റവന്യൂവിൽ നിന്ന് അക്കൗണ്ടിങ് കോസ്റ്റ് കുറച്ചതാണെന്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതായത് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന റെൻറ്റ് അല്ലേ, സാലറി, ടാക്സ്, ഇത്തരം കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്കണോമിക് പ്രോഫിറ്റ്? എക്കണോമിക് പ്രോഫിറ്റ് ഈസ് ദി ഫേംസ് ടോട്ടൽ റവന്യൂ ലെസ് എക്കണോമിക് കോസ്റ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടേമാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, ടോട്ടൽ റവന്യൂ നിന്ന് അക്കൗണ്ടിങ് കോസ്റ്റ് കുറക്കുക. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ നിന്ന് എക്കണോമിക് കോസ്റ്റ് കുറക്കുക. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു. ദെൻ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും വരും, ഇംപ്ലിസിറ്റ് കോസ്റ്റും വരും. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ആണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈക്വൽ ടു റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്. ദെൻ എക്കണോമിക് പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ് റവന്യൂ നിന്ന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും കുറക്കുക, ഇംപ്ലിസിറ്റ് കോസ്റ്റും കുറക്കുക.
ഓക്കെ അല്ലോ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോഷണൽ കോസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഓണറുടെ സാലറി, അത്തരം കാര്യങ്ങൾക്ക് എന്ത് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ടേം യൂസ്ഡ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണിത് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ടേം ആണിത് എക്കണോമിക് പ്രോഫിറ്റ്. അപ്പോൾ എക്കണോമിക് പ്രോഫിറ്റ്, പ്യുവർ പ്രോഫിറ്റ് ഈസ് എ ടേം യൂസ്ഡ് ബൈ എക്കണോമിക്സ്. വളരെ സിമ്പിളാണ്. അക്കൗണ്ടൻസിലാച്ചാൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്നും എക്കണോമിക്സിലാച്ചാൽ എക്കണോമിക് പ്രോഫിറ്റ് എന്നും. ദെൻ ഫോർത്ത് പോയിന്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ദി ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഏൺഡ് ഓൺ ദി റിസോഴ്സസ് സപ്ലൈഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്സൈഡേഴ്സിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണത് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ദെൻ എക്കണോമിക് പ്രോഫിറ്റ് മീൻസ് ദ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം റിസോഴ്സസ് സപ്ലൈഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ആസ് വെൽ ആസ് ഓണേഴ്സ്. ഔട്ട്സൈഡേഴ്സിനും ഓണേഴ്സിനും ഗുഡ്സ് സപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണത് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് റിഫ്ലക്ട്സ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ എന്ത് ചെയ്യും, ബാധിക്കും. ദെൻ എക്കണോമിക് പ്രോഫിറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫക്റ്റീവ്ലി ബിസിനസ് ഈസ് അലോക്കേറ്റിംഗ് ഇറ്റ്സ് റിസോഴ്സ്. എങ്ങനെയാണ് വിഭവങ്ങൾ ഉപയോഗിക്കുന്നതാണ് എവിടെ പറയുന്നത് എക്കണോമിക് പ്രോഫിറ്റിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് മോർ പ്രാക്ടിക്കൽ ബിക്കോസ് ഇറ്റ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ആസ്പെക്റ്റിൽ, ഒരു നടന്ന കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മോർ പ്രാക്ടിക്കലാണ്. മറ്റേതോ ലെസ് പ്രാക്ടിക്കലാണെന്ത് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അസംഷൻ്റെ ബേസിലാണ്. ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാം. അവിടെ ഫസ്റ്റ് 2 പോയിന്റിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റും വരും ഇംപ്ലിസിറ്റും വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അക്കൗണ്ടിങ് എന്താണെന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞ പേപ്പർ ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് പേപ്പറാണ്. ഈ ഒരു ഏരിയ മുതലാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എന്താണ് അക്കൗണ്ടിങ് ആണ്. ഇതുവരെ ജസ്റ്റ് തിയറീസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് എന്തും കൂടി വരുന്നുണ്ട്, പ്രോബ്ലംസ് കൂടിയും വരുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. കഴിഞ്ഞ വർഷത്തേക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഇവിടെ AICPA അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് നൽകിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ +1 അക്കൗണ്ടിങ് പഠിച്ചവർക്കൊക്കെ ഈ ഒരു ഡെഫിനേഷൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹ്യൂമാനിറ്റീസും മറ്റു സബ്ജക്റ്റൊക്കെ പഠിച്ചു വന്നവർ ഈ ഒരു ഡെഫിനേഷന് കൃത്യമായിട്ട് പഠിക്കാം. ഇതിൽ പറയുന്നത് അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. അല്ലെ, ആർട്ടാണ്, കലയാണ്. എന്താണ് റെക്കോർഡിങ്? റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ, നമുക്കൊരു ട്രാൻസാക്ഷൻ ലഭിക്കും. ആ ട്രാൻസാക്ഷന് ജേർണലിലേക്ക് എഴുതുന്നതാണെന്ന് പറയുന്നത് റെക്കോർഡിങ്. അപ്പോൾ റെക്കോർഡിങ് എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേർണൽ. ഇപ്പോൾ സാലറി കൊടുത്തു, അല്ലേ, 10,000 രൂപ സാലറി കൊടുത്തു എന്നീ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ജേർണലിൽ എഴുതി വെക്കുന്നതിനാണ് റെക്കോർഡിങ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫൈങ്, ജേർണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യുക, അത് മാറ്റുക. ദെൻ സമ്മറൈസിങ്, അവിടെ നമ്മൾ ട്രയൽ ബാലൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിൽ വരും, സമ്മറൈസിങ്ങിൽ വരും. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട് ദെയർ ഓഫ്. അതായത് ഒരു സ്ഥാപനത്തിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും നൽകിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ ഈ ഒരു റിപ്പോർട്ട് ആർക്കാണോ ആവശ്യം അവർക്ക് അത് നൽകുക എന്നതാണ് അക്കൗണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ല, ഈ ഡെഫിനേഷന് കൃത്യമായിട്ട് പഠിക്കുക.
കാണാപ്പാഠം പഠിച്ചാലും കുഴപ്പമില്ല, ഈ ഡെഫിനിഷൻ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഫസ്റ്റ് എന്താണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ? റൈറ്റിംഗ് ഡൗൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ജേർണലിലേക്ക് എഴുതി വെക്കുന്നതിനാണെന്ന് വന്നത് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫൈ, ഗ്രൂപ്പ് ചെയ്യാം. സിമിലർ ഐറ്റംസ് ടുഗദർ അല്ലെ, ഒരുപോലെയുള്ള ഐറ്റംസ് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ക്ലാസിഫൈങ് വരുന്നത് ലെഡ്ജറിലാണ്. അപ്പോൾ ഒരുപോലെയുള്ള ഐറ്റംസ് എന്ത് ചെയ്യും, ഒരു അക്കൗണ്ടിലേക്ക് മാറ്റും. അതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ സമ്മറൈസിങ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അവിടെ ട്രയൽ ബാലൻസ് വരും, പ്രോഫിറ്റ് ലോസ് കൊണ്ട് വരും, ബാലൻസ് ഷീറ്റ് വരും. ദെൻ ഇൻ്റർപ്രറ്റിംഗ്, അനലൈസ് റിസൾട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട അല്ലേ ഒരു വിശകലനമാണിത്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ജേർണലിൽ ട്രാൻസാക്ഷന് രേഖപ്പെടുത്തുക. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഗ്രൂപ്പ് ചെയ്യുക, ഒരുപോലുള്ള ഐറ്റംസൊക്കെ ലെഡ്ജറിലേക്ക് മാറ്റുക. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയൽ ബാലൻസ് വരും, പ്രോഫിറ്റ് ലോസ് കൊണ്ട് വരും, ദെൻ ബാലൻസ് ഷീറ്റ് വരും. ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, റിസൾട്ട് അല്ലേ ആർക്കാണോ ആവശ്യം അവർക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി റിസൾട്ട് നൽകുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അക്കൗണ്ടിങ്ങും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ബേസിക് ടേംസ്. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കാത്തവരൊക്കെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് ടേമാണ് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആർ ദി റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് വിച്ച് ഹാവ് എക്കണോമിക് വാല്യൂ ആൻഡ് ക്യാൻ പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സാണ് അല്ലേ, ഒരു ബിസിനസ് അവരുടെ കൈവശം വെക്കുന്ന ഒരു റിസോഴ്സ് ആണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ലാൻഡ് ആവാം, ലാൻഡ് എന്താണ് ഒരു റിസോഴ്സാണ്. ബിൽഡിംഗ് ആവാം, ഫർണിച്ചർ ആവാം, ക്യാഷ് ആവാം, ഇതൊക്കെയാണ് എന്ത് അസറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എക്കണോമിക് വാല്യൂ ഉള്ള ഒരു സ്ഥാപനം അവരുടെ റിസോഴ്സായിട്ട് ഉപയോഗിക്കുന്നതാണെന്ത്, അവരുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ത് അസറ്റ്. എക്സാമ്പിൾ പഠിച്ചാൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, ക്യാഷ്, ഇതൊക്കെ എന്താണ് അസറ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അസറ്റ് ആർ ദി റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് വിച്ച് ഹാവ് എക്കണോമിക് വാല്യൂ ആൻഡ് ക്യാൻ പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. എന്തിനു ഉപയോഗിക്കാൻ പറ്റും, ഫ്യൂച്ചർ ബെനിഫിറ്റിന് അത് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് കറണ്ട് അസറ്റും ഒന്ന് ഫിക്സഡ് അസറ്റും. അവിടെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിരുന്നാലേ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഡൗട്ടില്ലാതെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് അക്കൗണ്ടൻസിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. കാണാപ്പാഠം പഠിച്ചാലും വേണ്ടില്ല, കറണ്ട് അസറ്റൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ലോജിക്കൊന്ന് മനസ്സിലാക്കി എടുക്കുക. എന്നിരുന്നാൽ എല്ലാ കറണ്ട് അസറ്റും നിങ്ങൾക്ക് പഠിക്കും. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾക്ക് പറഞ്ഞ പേരാണിത് കറണ്ട് അസറ്റ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ ആ കറണ്ട് അസറ്റ് എന്ത് ചെയ്യും, ഒരു വർഷത്തിനുള്ളിൽ വിത്തിൻ 1 ഇയർ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയും, അതിനെ ക്യാഷാക്കി മാറ്റാൻ കഴിയും. അതിൻ്റെ എക്സാമ്പിളാണ് ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്. അപ്പോൾ മേജർ കറണ്ട് അസറ്റുകളാണ് ക്യാഷ് അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ടായിരിക്കും, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ടായിരിക്കും. ദെൻ ഡെപ്റ്റേഴ്സ്, നമ്മുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങി, പിന്നെ എപ്പോഴും എന്ത് ചെയ്യും, ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടാം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിയവരാണ് ആര്, ഡെപ്റ്റർ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, അതൊരു കറണ്ട് അസറ്റാണ് അല്ലെ, പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്റ്റേഴ്സ് ഇസ് എ കറണ്ട് അസറ്റ്. ദെൻ നമ്മൾ ബില്ല് നൽകിയവർ, ബില്ല് റിസീവബിൾസ്, നമ്മുടെ കയ്യിൽ നിന്ന് ബില്ല് സ്വീകരിച്ചവർ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടും, നമുക്ക് പെട്ടെന്ന് ക്യാഷ് ലഭിക്കും. ദെൻ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പെട്ടെന്ന് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ഒറ്റ വർഷത്തിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെ പറഞ്ഞ പേരാണെന്ത്, കറണ്ട് അസറ്റ്.
എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയും അല്ലെ. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന അസറ്റിനെ പറഞ്ഞ പേരാണെന്ത്? ഫിക്സഡ് അസറ്റ്. യൂസ്ഡ് ഫോർ ലോങ് ടേം ബിസിനസ് ഓപ്പറേഷൻ. ഒരു ബിസിനസിന്റെ അല്ലെ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്തിനു വേണ്ടിയല്ല? നോട്ട് ഫോർ റീസെയിൽ. ഒരു ഫിക്സഡ് അസറ്റ് സ്ഥാപനം ഉപയോഗിക്കുന്നത് വിൽക്കാൻ വേണ്ടിയല്ല. ഒരു സ്ഥാപനത്തിന്റെ ലോങ് ടേം നിലനിൽപ്പിലേക്കുള്ളതാണെന്ത്? ഫിക്സഡ് അസറ്റ്. അതൊരിക്കലും വിൽക്കാനുള്ള അസറ്റ് അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾ ആണ് ലാൻഡ്, ബിൽഡിങ് അല്ലെ. ബിൽഡിംഗ് ഒക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടിയല്ലല്ലോ വാങ്ങുന്നത്. ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യണം? നിലനിൽപ്പിന് ബിൽഡിംഗ് ആവശ്യമാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെയാണ് എന്ത്? മേജർ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് പറഞ്ഞു, ഫിക്സഡ് അസറ്റ് പറഞ്ഞു. ഇനി ഫിക്സഡ് അസറ്റിന്റെ സബ് കാറ്റഗറിയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസറ്റ് ദാറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഫിസിക്കൽ അസറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അതിലൊന്നാണെന്ത്? ടാഞ്ചിബിൾ അസറ്റ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാനും പറ്റും, തൊടാനും പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ആണ് ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ് ഒക്കെ എന്താണ്? അല്ലെ, ഒരു ടാഞ്ചിബിൾ അസറ്റ് ആണ്. ടാഞ്ചിബിൾ അസറ്റ് പറഞ്ഞാൽ കാണാനും പറ്റും, നമുക്ക് ടച്ച് ചെയ്യാനും പറ്റുന്ന അസറ്റുകളൊക്കെ എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. നോ ഫിസിക്കൽ അസറ്റ് വിത്ത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്. അതായത് നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല. കാനോട്ട് ബി സി ഓർ ടച്ച് ആണ്. നോ ഫിസിക്കൽ അസറ്റ്. ഇങ്ങനെ അസറ്റ് എന്തില്ല? നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എന്നിരുന്നാലും അതൊരു അസറ്റാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഗുഡ് വില്ല് അല്ലേ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് ഒരു അസറ്റാണ്. നമുക്ക് കാണാൻ പറ്റുമോ ഗുഡ് വില്ല്? എത്രമാത്രം ഗുഡ് വില്ല് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഗുഡ് വില്ല് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പാറ്റന്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ ടാഞ്ചിബിൾ ആണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഗുഡ് വില്ല്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് വേസ്റ്റിംഗ് അസറ്റ്. നമ്മളൊരു അല്ലേ നാച്ചുറലിനെ ഉപയോഗിച്ച് അതിൽ നിന്ന് എടുക്കുന്ന അസറ്റാണെന്ത്? നാച്ചുറൽ അസറ്റ് അല്ലെങ്കിൽ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് ഓഫ് നാച്ചുറൽ ഒറിജിൻ ദാറ്റ് ആർ കൺസ്യൂംഡ് ഓവർ ടൈം. ഇല്ല, അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒക്കെ എന്താണ്? നാച്ചുറൽ അസറ്റുകളാണ്. അപ്പോൾ ഒരു ഭൂമിയെ തുരന്നിട്ടൊക്കെ എടുക്കുന്ന അസറ്റുകൾക്കാണ് എന്ത് പറയുന്നത്? വേസ്റ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സുകളിൽ നിന്ന് എടുക്കുന്ന അസറ്റാണെന്ത്? വേസ്റ്റിംഗ് അസറ്റ്. മൈൻസ്, ഓയില്, പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ പോലുള്ള കോറീസ്, കല്ലുകൾ, കാര്യങ്ങളൊക്കെ, സ്റ്റോണുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? വേസ്റ്റിംഗ് അസറ്റാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് കാറ്റഗറിയാണ്. അപ്പോൾ അസറ്റുകൾ പറഞ്ഞു. 3 അസറ്റുകളാണ് മെയിനായിട്ട് പറഞ്ഞത് അല്ലേ. ഫിക്സഡ് അസറ്റിൻ്റെ 3 കാറ്റഗറീസ് പറഞ്ഞു. ഒന്ന് ടാഞ്ചിബിൾ, കാണാനും തൊടാനും പറ്റും. ഇൻടാഞ്ചിബിൾ, കാണാനും തൊടാനും പറ്റാത്ത ഫിക്സഡ് അസറ്റ് ആണെന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വില്ലൊക്കെ എക്സാമ്പിൾ പറഞ്ഞു. ദെൻ വേസ്റ്റിംഗ് അസറ്റ്, നമ്മൾ ഒരു നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് ലഭിക്കുന്ന അസറ്റ് ആണെന്ത്? വേസ്റ്റിംഗ് അസറ്റ്. അപ്പോൾ അസറ്റ് എന്താന്ന് പറഞ്ഞു, കറണ്ട് അസറ്റ് എന്താന്ന് പറഞ്ഞു, ഫിക്സഡ് അസറ്റ് എന്താന്ന് പറഞ്ഞു, ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി എന്താണ് ലാബിലിറ്റി? ബാധ്യത. അസറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ആണ്. ഇവിടെ ലാബിലിറ്റിയോട് അർത്ഥമാക്കുന്നത് ഇൻ അക്കൗണ്ടിങ് ലാബിലിറ്റി ഇസ് ആർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, കടമയാണ്. ഒരു സ്ഥാപനത്തിന്റെ കടമ, ബാധ്യത ഓഫ് എ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസിന്റെ ഒബ്ലിഗേഷൻ അല്ലെ, കൊടുത്തു തീർക്കേണ്ട ബാധ്യതക്കാണ് എന്ത് പറയുന്നത്? ലാബിലിറ്റി. ഒരു ബിസിനസ് സ്ഥാപനം കൊടുത്തു തീർക്കേണ്ട ബാധ്യതക്കാണ് എന്ത് പറയുന്നത്? ലാബിലിറ്റി എന്ന് പറയുന്നത്.
എമൗണ്ട്സ് ദി ബിസിനസ് ഓൺസ് ടു ഔട്ട്സൈഡേഴ്സ്. എന്ത് കൊടുക്കണം? ബിസിനസ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കേണ്ട അല്ലേ പണം, അതിനാണ് എന്ത് പറയുന്നത് നമ്മൾ ലാബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ സാധനത്തിന് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ് എന്ത് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങണ നമുക്കാണ് അവർ പൈസ തരാനുള്ളത്. ക്രെഡിറ്റേഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യാണ്? കടം വാങ്ങാണ്. ദെൻ ലെൻഡേഴ്സ്, ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലേ നമുക്കൊരു എന്നും എന്താണ് അത് കൊടുത്തു തീർക്കുന്നത് വരെ ബാധ്യത. ദെൻ സപ്ലൈസ്, സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാനും ഒക്കെ എന്താണ് നമുക്ക് ബാധ്യതയാണ്. അപ്പോൾ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്. ലാബിലിറ്റി മീൻസ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ്. ഓക്കെ അല്ലോ. എക്സാമ്പിൾ ഒബ്ലിഗേഷൻസ് പേയബിൾ വിത്തിൻ 12 months ഓർ വിത്തിൻ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മൾ കറണ്ട് അസറ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഒരു സ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾക്കാണെന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം 12 മാസത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ഒബ്ലിഗേഷൻ, ബാധ്യതക്കാണ് എന്ത് പറയുന്നത് കറണ്ട് ലാബിലിറ്റി. അപ്പോൾ ഒരു സ്ഥാപനം അവരുടെ ലാബിലിറ്റി ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കണമെങ്കിൽ അത്തരം ലാബിലിറ്റിക്കാണ് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോഴും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഫൈനൽ ചാപ്റ്ററുള്ള റേഷ്യോ അനാലിസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് കറണ്ട് ലാബിലിറ്റീസ്. അപ്പോൾ ഓരോ എക്സാമ്പിൾസും കൃത്യമായിട്ട് പഠിച്ചുക. ഒന്ന് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. സെക്കൻഡ് ആണ് ബിൽസ് പേയബിൾ, ഷോർട്ട് ടേം ലോൺ. ലോങ് ടേം ലോൺ കറണ്ട് ലാബിലിറ്റി അല്ല, ലോങ് ടേം ലാബിലിറ്റി ആണ്. അപ്പോൾ ഷോർട്ട് ടേം ലോൺ ആണ് കറണ്ട് ലാബിലിറ്റി. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, എനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ് കറണ്ട് ലാബിലിറ്റി ആണ്. ദെൻ പ്രീപെയ്ഡ് ഇൻകംസും എന്താണ് കറണ്ട് ലാബിലിറ്റി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലാബിലിറ്റീസിൻ്റെ ഒക്കെ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. ദെൻ സെക്കൻഡ് ആണ് നോൺ കറണ്ട് ലാബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി. ഒബ്ലിഗേഷൻ മോർ ദാൻ 1 year, ഒരു സ്ഥാപനത്തിൻ്റെ കൊടുത്തു തീർക്കേണ്ട ബാധ്യത ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത് ലോങ് ടേം ലാബിലിറ്റി. എക്സാമ്പിളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോണ്, ലീസ് ഒബ്ലിഗേഷൻസ്, ഇതൊക്കെയാണ് എന്ത് ലോങ് ടേം ലാബിലിറ്റീസ്. അപ്പോൾ മോർ ദാൻ 1 year ആണ് ലോങ് ടേം ലാബിലിറ്റി, വിത്തിൻ 1 year ആണ് കറണ്ട് ലാബിലിറ്റി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലാബിലിറ്റി ആണ് കണ്ടിജന്റ് ലാബിലിറ്റി. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ കണ്ടിജന്റ് ലാബിലിറ്റി എന്നത്. കണ്ടിജന്റ് ലാബിലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ലാബിലിറ്റി, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലാബിലിറ്റി ഇൻ ഫ്യൂച്ചർ. അല്ലേ, നിലവിൽ എന്തല്ല അതൊരു ലാബിലിറ്റി അല്ല, ഭാവിയിൽ എന്താവാം അതൊരു ലാബിലിറ്റി ആയിട്ട് വരാം. കണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ലാബിലിറ്റി, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലാബിലിറ്റി ഇൻ ഫ്യൂച്ചർ. ഒരു കണ്ടിജന്റ് ആണ്. കണ്ടിജന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സിറ്റുവേഷൻ്റെ ബേസിൽ എന്താവുള്ളൂ ഇതൊരു ലാബിലിറ്റി ആയി വരുള്ളൂ. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ഫുട് നോട്ട് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. കണ്ടിജന്റ് ലാബിലിറ്റി ബാലൻസ് ഷീറ്റ് കാണിക്കില്ല. ബാലൻസ് ഷീറ്റിൻ്റെ അടിയിൽ ഫുട് നോട്ടായിട്ടാണ് എന്ത് കാണിക്കുക കണ്ടിജന്റ് ലാബിലിറ്റി കാണിക്കുക. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽ ഡിസ്കൗണ്ടഡ് ബട്ട് നോട്ട് യെറ്റ് മെച്ചുവേർഡ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് എത്തിയിട്ടില്ല, അത് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ എത്തിയിട്ടില്ല. ദെൻ സെക്കൻഡ് ആണ് ഗ്യാരണ്ടി ഗിവൺ ടു ബാങ്ക്. ബാങ്ക് ഗ്യാരണ്ടി നിന്നൊരു വസ്തു അല്ലേ, അത് നമുക്ക് ചിലപ്പോൾ അനുകൂലമായിട്ട് വരാം അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് വരാം. ഇപ്പം അതെന്തല്ല ഒരു ലാബിലിറ്റി അല്ല. ദെൻ പെൻഡിങ് ലോ സ്യൂട്ട്, കോർട്ട് കേസസ്, കേസ് കിടക്കുന്ന ഇപ്പം എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളോ ഉണ്ട് അല്ലേ, അത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഭാവിയിൽ അതിന് നമ്മൾ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ കേസ് നമുക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലാബിലിറ്റി ആയിരിക്കില്ല, അനുകൂലമല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ലാബിലിറ്റി ആവും. അപ്പോൾ ഇതെന്തുണ്ട്
ഓരോ കേസിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലാബിലിറ്റി അല്ല, ഭാവിയിൽ എന്താവാം, ലാബിലിറ്റി ആവാം. അത്തരം ലാബിലിറ്റീസിനാണ് എന്ത് പറയുന്നത്, കണ്ടീജന്റ് ലാബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് മീനിങ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ലാബിലിറ്റി, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലാബിലിറ്റി ഇൻ ഫ്യൂച്ചർ. ഓക്കെ അല്ലോ. ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല എന്നും ഫുഡ് നോട്ടായിട്ട് കാണിക്കാമെന്നും കൂടി കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ടേമാണ്, ഇപ്പം നമ്മൾ അസറ്റ് പറഞ്ഞു, ലാബിലിറ്റീസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന ടേമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഓഫ് മണി, അസറ്റ്സ് ഓർ റിസോഴ്സസ് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു എ ബിസിനസ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ഓണർ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത മണി, അസറ്റ് ഓർ റിസോഴ്സിന് പറഞ്ഞ പേരാണത് ക്യാപിറ്റൽ. അപ്പോൾ ഒരു ഓണർ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന പണമാവാം, അസറ്റാവാം, റിസോഴ്സ് ആവാം, ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി 1,00,000 രൂപ വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ആ 1,00,000 രൂപയാണെന്ത്, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഓഫ് ബിസിനസ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഇക്വിറ്റിയാണ്, അല്ലെങ്കിൽ നെറ്റ് വർത്താണ്, ബിസിനസ്സിൻ്റെ നെറ്റ് വർത്താണ്. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത മണി, അസറ്റ്, റിസോഴ്സിന് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് പേഴ്സൺസ് ഓർ ബിസിനസ് ഹു ഓ മണി ടു ദി ബിസിനസ്. ഒരു ബിസിനസ്സിന് അല്ലേ പണം കൊടുക്കാനുള്ള ആൾക്കാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ് ഹാസ് ടു റിസീവ് മണി, അല്ലെ, ബിസിനസ് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ആരെങ്കിലുമൊക്കെ കടത്തിന് സാധനം വാങ്ങി, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അല്ലെ, ആ ബിസിനസ്സിലേക്ക് പൈസ കിട്ടും. അങ്ങനെ കടത്തിന് വാങ്ങിയ ആൾക്കാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ. ഹു ഓവ് മണി ടു ദി ബിസിനസ്. ദെൻ ക്രെഡിറ്റേഴ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. പേഴ്സൺ ഓർ ബിസിനസ് ടു ഹൂം ബിസിനസ് ഓവ് മണി. ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാതെ, ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ കൊടുക്കാനുള്ളവരാണ്. ദെൻ ക്രെഡിറ്റേഴ്സോ ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരാണ് ഇത് ക്രെഡിറ്റേഴ്സ്. ബിസിനസ് ഹാസ് ടു പേ, അല്ലെ, ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളവർ അവരാണെന്ത് ക്രെഡിറ്റേഴ്സ്. ദെൻ ഡ്രോവിങ്സ്, വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചാലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഡ്രോവിങ്സ് ഈസ് ദി വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ്, അല്ലേ. മണി ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്താൽ അതിന് പറഞ്ഞ പേരാണത് ഡ്രോവിങ്സ്. അപ്പോൾ നമ്മളിവിടെ അസറ്റ് എന്താണ് പറഞ്ഞു, ലാബിലിറ്റി എന്താണ് പറഞ്ഞു, ക്യാപിറ്റൽ എന്താണ് പറഞ്ഞു, ഡെപ്റ്റേഴ്സ് പറഞ്ഞു, ക്രെഡിറ്റേഴ്സ് പറഞ്ഞു, ഡ്രോവിങ്സ് പറഞ്ഞു. ഓക്കെ ആണല്ലോ.